20 വർഷങ്ങൾക്ക് ശേഷം ഞാനും ലാലും കൂടി ഒന്നിക്കുന്ന സിനിമയാണ് കിങ് ലയർ. ദിലീപ് നായകനാകുന്ന ഈ കിങ് ലയർ എൻ്റെ തിരക്കഥയാണ്. കഥയും തിരക്കഥയും എൻ്റേതാണ്. ലാലാണ് സംവിധാനം. ഇതിൻ്റെ നിർമ്മാതാവ് ഔസേപ്പച്ചനാണ്. റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ശ്രീ ഔസേപ്പച്ചൻ. ഇതിൽ ലാലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മഡോണയോടൊപ്പം തന്നെ ആശാ ശരത്തും ഈ സിനിമയിലുണ്ട്. ആശാ ശരത്തും വളരെ പ്രാധാന്യമുള്ളൊരു വേഷത്തിലാണ് ഈ സിനിമയിൽ വരുന്നത്. സിദ്ദിഖ് വിജയരാഘവൻ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ ഈ സിനിമയിൽ ഉണ്ട്. ഈ സിനിമയുടെ തിരക്കഥ ഈ ഹൈടെക് സംവിധാനത്തിലൂടെ കൈമാറുന്ന ചടങ്ങായിരുന്നു ഇന്ന്. iPhone 6s+ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഈ കിങ് ലയറിൻ്റെ സ്ക്രിപ്റ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് അത് കൈമാറുന്നതോടുകൂടിയാണ്. അപ്പോൾ 2 ചടങ്ങും കൂടിയായിരുന്നു ഒരുമിച്ച് നടക്കുന്നത്. ഇനി ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ നമ്മൾ നേരിട്ട് പോയി ആർട്ടിസ്റ്റുകളോട് കഥ വിശദീകരിച്ച് പറയേണ്ടതില്ല. നമുക്ക് സൗണ്ട് ക്ലിപ്പായിട്ട് അയക്കുകയും ആ സൗണ്ട് ക്ലിപ്പ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഡിലീറ്റായി പോവുകയും ചെയ്യുന്ന, കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റായി പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, സോഫ്റ്റ്വെയറാണ് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുതിയ ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സിനിമയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പലരും. ഞങ്ങളും ആ വഴിക്കാണ്. എന്തായാലും ഇതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ഇതിന്റെ കോപ്പി എടുക്കില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാനിത് കൈപ്പറ്റിയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ സിനിമയ്ക്കും ഇതിന്റെ വിജയത്തിനും വേണ്ടി നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലാല് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ റാംജി റാവു സ്പീക്കിങ്ങിൽ പ്രധാന കഥാപാത്രമായിരുന്നു ഫോൺ. അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കഥ നടക്കില്ലായിരുന്നു. അപ്പോ കാലം മാറിയതനുസരിച്ചിട്ട് ഇന്നാണ് അങ്ങനെ ഒരു കഥയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം മൊബൈൽ ഫോണിന്റെ കാലഘട്ടമാണ്, കോളർ ID മൊബൈൽ ഫോണുകളിൽ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഇപ്പോഴായിരുന്നു റാംജി റാവു എങ്കിൽ മറ്റൊരു തരത്തിലാവുമായിരുന്നു എന്നുകൂടി ഞാൻ ഓർക്കുകയാണ്. ഇതിന്റെ മ്യൂസിക് ദീപക് ദേവ് ആണ്. ദീപക് ദേവ് ഞങ്ങളുടെ സിദ്ദിഖ് ലാൽ ഷോ അമേരിക്കയിലാണ് ആദ്യമായി വരുന്നത്. ഞങ്ങളുടെ കൂടെ അന്ന് കീബോർഡിസ്റ്റായിട്ട് വന്നയാളാണ്. അവിടെ നിന്ന് തുടങ്ങിയ റിലേഷനാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് മ്യൂസിക് ഡയറക്ടറാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേരുന്ന ഈ സിനിമയിലും ദീപക് ദേവ് തന്നെയാണ് മ്യൂസിക്. നമസ്കാരം. എനിക്ക് പുതിയ ടെക്നോളജിയെ പറ്റി ഒന്നും കാര്യമായിട്ട് അറിവുള്ള ആളല്ല. അത്യാവശ്യം ഫോണെടുക്കാം, മെസ്സേജ് അയക്കാം, മെസ്സേജ് വായിക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലാല ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മള് ഫോണിലൂടെയുള്ള പുതിയ ടെക്നോളജി നമ്മുടെ സിനിമയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഞാൻ കരുതിയത് സിദ്ദിഖ് അത്യാവശ്യം തട്ടിപ്പുകാരനാ, മടിയുള്ള ആളാ. കഥയുടെ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഫോൺ കഥ എഴുതി വെക്കുള്ളൂ, അങ്ങനെ എന്തോ പരിപാടിയാണോ? അല്ലല്ല, അത് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള. അപ്പൊ ഞാൻ കരുതി ഇനിയിപ്പോ സംവിധാനം ഫോൺ ചെയ്തോളൂ, അങ്ങനത്തെ പരിപാടിയാണ്. വിപിൻ ചന്ദ്രനാണ് എന്റെ സംഭാഷണം. വിപിൻ പറഞ്ഞ ഡയലോഗ് ലാലേട്ട ഇത് എഴുതിക്കോളൂ, നമ്മൾ കഥ പറഞ്ഞു കൊടുത്താൽ മതിയോ? അപ്പൊ അങ്ങനെയല്ല, ഇതൊക്കെയാണ് സംഭവം. നമ്മുടെ ഫോണിലൂടെ സ്ക്രിപ്റ്റ് കൈമാറാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒക്കെ വളരെ എളുപ്പമുണ്ട്. നമ്മുടെ അസിസ്റ്റൻസിന്റെ കയ്യിലേക്ക് അതിന്റെ കോപ്പി കൊടുക്കാം. അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ഇന്നെടുക്കാൻ പോകുന്ന സീനിനെ കുറിച്ച് അവനൊന്ന് രണ്ടാമത് നോക്കണമെങ്കിൽ ഓരോ സീൻ എടുത്തിട്ട് അതിന്റെ ഡയലോഗ്സ് പഠിക്കാം, അല്ലെങ്കിൽ ആ സീനിനെ പറ്റി കൂടുതൽ അറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ
ആലോചിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഫാസിൽ സാറിന്റെ അസിസ്റ്റൻസ് ആയിട്ട് ചെന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് ഫാസിൽ സാർ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കോപ്പി എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അത് 3-4 കോപ്പികൾ വേണ്ടി വരും. അപ്പൊ 4 കോപ്പികളുടെ ഇടയിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് വളരെ ബലം പിടിച്ചെഴുതിയാൽ 4ാമത്തെ കോപ്പിയിൽ എത്തുള്ളൂ. എന്നാൽ പോലും 4ാമത്തെ കോപ്പിയിൽ ആർക്കും വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കോപ്പി എത്തുക. അത് എഴുതുക, കുറെ എഴുതി കഴിയുമ്പോൾ ഒരു പേപ്പറിനിടയിൽ കാർബൺ വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ വീണ്ടും എഴുതുക. അങ്ങനെ ഒരു വലിയ പ്രോസസ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുക്കുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ DTP വന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പുതിയ ടെക്നോളജിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കല് ഒരു സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോ സ്ക്രിപ്റ്റ് ഇരുന്നിരുന്ന പെട്ടി ലഗേജിൽ എവിടെയോ മിസ്സായി. പിറ്റേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങേണ്ടതാണ്. ആ പടം പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് 5 ദിവസത്തിന് ശേഷമാണ്. കാരണം നാട്ടിൽ നിന്ന് ഈ സ്ക്രിപ്റ്റുമായിട്ട് വേറൊരാൾ അവിടെ ചെന്നിട്ട് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ടെക്നോളജി ഒരുപാട് കാര്യത്തിൽ മുൻപോട്ട് വന്നിട്ടുണ്ട്. ടെക്നോളജി പുതിയതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്നും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഈ എഡിറ്റിംഗ് മൂവികളിൽ നിന്ന് മറ്റ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വന്നപ്പോ ഞാൻ സംശയാലുമായിരുന്നു. ഞാൻ കുറെ കാലത്തേക്ക് അതിനകത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടി വന്നിരുന്ന ആളാണ്. പിന്നീട് ഞാൻ അതിനകത്തേക്ക് മാറി. സിദ്ദിഖ് അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് മൂവികളെ വിട്ടത്. കാരണം മൂവികളെ ചെയ്താലേ ശരിയാവുള്ളൂ. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ടെക്നോളജിയുടെ വളർച്ച അനുസരിച്ച് നമ്മൾ മാറിയേ തീരുള്ളൂ, എന്നാലേ ശരിയാവുള്ളൂ. പിന്നീട് ക്യാമറ, എല്ലാ ക്യാമറകളും ഡിജിറ്റലായി. ഫിലിം എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായി. എന്റെ അവസാനത്തെ സിനിമയായിട്ടുള്ള കോബ്ര വരാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫിലിമിലാണ്. വേണമെന്നായിരുന്നു നിർബന്ധം. ഞാനെപ്പോഴും പറഞ്ഞു നമുക്ക് ഡിജിറ്റലിൽ ചെയ്യാൻ വേണം. ഇല്ല, അത് ഫിലിമിൽ ചെയ്താലേ ശരിയാവുള്ളൂ, മറ്റൊന്നും ശരിയല്ല. പിന്നെ എത്രയോ നാളിന് ശേഷം വേണു ഇപ്പോഴാണ് ഡിജിറ്റൽ ക്യാമറയിൽ ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും രസകരമായിട്ട് സംഭവം, അദ്ദേഹം എടുത്ത സിനിമയുടെ പേര് സെല്ലുലോയിഡ് എന്നായിരുന്നു എന്നുള്ളതാണ്. ഫിലിം വിട്ടിട്ട് ആദ്യമായിട്ട് ടെക്നോളജി മാറി ഡിജിറ്റലിൽ ചെയ്തു. അപ്പൊ എല്ലാവരും ഇതിനെയൊക്കെ അംഗീകരിച്ച മതിയാവും. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് കൈമാറുന്നു എന്ന് പറയുമ്പോഴും സംശയങ്ങള് ഒരുപാട് ബാക്കി നിൽക്കും. അത് അവിടുന്ന് ഹാക്ക് ചെയ്ത് ഇത് സ്ക്രിപ്റ്റ് പുറത്തു പോവില്ലേ എന്നൊക്കെ പറയുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതിലേക്ക് എല്ലാവരും വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണത്. ഇതിനകത്ത് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. അതിപ്പോ തുടക്ക കാലയളവില് എല്ലാ കാര്യത്തിലും ഉണ്ട്, അത് ഇതിനകത്തും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി എത്രയും അടുത്ത സമയത്ത് തന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ അന്ന് സിനിമ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു വിഷയം, ഒരു കഥയുടെ ത്രെഡ് കിട്ടി, ദാരിദ്ര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു ഫോൺ വേണം എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ദാരിദ്ര്യവും ഫോണും കൂടി ഒരിക്കലും ഒത്തുചേരില്ല. കാരണം ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ആരുടെ വീട്ടിലും ഫോണില്ല. കാപ്പാടുള്ള ഒരു പുല്ലേപ്പിടിയുള്ള സിറ്റി ജിമിനേഷ്യത്തിൽ മാത്രമാണ് ഫോണുള്ളത്. അപ്പൊ ദാരിദ്ര്യവും ഫോണും കൂടിയുള്ള സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് നാടക ബുക്കിംഗ് ഏജന്റിന്റെ സ്ഥലം എന്ന് കിട്ടിയത്. ആ സിനിമ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇപ്പോ ഈ 2ാം തുടക്കത്തിലും ഒരു ഫോണ് അറിയാതെ നിമിത്തമായി കാരണമായി വരുന്നു. അന്ന് അവസരത്തിന് വേണ്ടിയിട്ട് റാംജി റാവു ചെയ്യുമ്പോ ഞങ്ങളുടെ ആദ്യത്തെ പടം ചെയ്ത അതിനേക്കാൾ മാനസികമായിട്ടുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയായിരിക്കും അത്. കാരണം സിദ്ദിഖ് ലാലും ഇത്രയും നാളുകൾക്ക് ശേഷം ഒത്തുചേരുന്നത് ഒരു വലിയ ഭാരമാണ് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, തമാശയുള്ള ഒരു നല്ല സിനിമ ആയിരിക്കും ഇത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരെ, മറ്റു സുഹൃത്തുക്കളെ, ഞാനെല്ലാവരും 15-16 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിക്കുകയാണ് ഒരു സിനിമയിലൂടെ. കിങ് ലയർ, രാജനുണയൻ എന്ന സിനിമയിലൂടെ. ഇതിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിലും കുട്ടനാട്ടിലും ദുബായ്, ഈ 3 സ്ഥലങ്ങളിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ആദ്യ സിനിമയായ റാംജി റാവു സ്പീക്കിങ്ങിന്റെ നിർമ്മാതാവിൽ ഒരാളായ ഫാസിൽ സാറും ഔസേപ്പച്ചനും
അപ്പച്ചനും കൂടിയാണ് അന്ന് രാംജിറാവ് സ്പീക്കിംഗ് നിർമ്മിച്ചത്. അതിൽ ഔസേപ്പച്ചൻ മാത്രമാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു ചങ്ങാത്തം വീണ്ടും ഒരുമിക്കുന്ന ഈ സന്ദർഭത്തിൽ ഷുക്കൂർ എന്റെ സുഹൃത്താണ്, അദ്ദേഹം വരികയും ഇവിടെ ഐഫോൺ 6s S+ഉം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, അത് നിങ്ങളുടെ സിനിമയിലൂടെ ലോഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച വേളയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേരുക എന്നുള്ളതാണ്. ആ ചേരുന്ന സിനിമ നല്ല സിനിമയാകണം, ഞങ്ങളുടെ മുൻകാല സിനിമകളെ പോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമയാകണം എന്ന് പ്രേക്ഷകരെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. അതിൻ്റെ കഠിനമായ അധ്വാനത്തിലായിരുന്നു ഞങ്ങൾ കുറേ നാളുകളായി. ഇപ്പോഴും അതിൻ്റെ പിന്നിലാണ്. 9-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങി, ഏതാണ്ട് ഡിസംബർ ക്രിസ്മസോടുകൂടി റിലീസ് ചെയ്യുന്ന ഇതുവരെ ആ സിനിമയുടെ പിന്നിലായിരിക്കും ലാലും ഞാനും ഔസേപ്പച്ചനും എല്ലാം.